പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പ്രിയപ്പെട്ട മക്കളെ, കർത്താവായ യേശുവിനെ എല്ലാവരും കണ്ണുകൾ തുറന്ന് ഈ ഡെയിലി ഡെലിവറൻസ് പ്രാർത്ഥനയിലൂടെ കർത്താവിനെ നോക്കിക്കുക. മക്കളെ, നിങ്ങളുടെ സങ്കടങ്ങളും മനസ്സിൻ്റെ നൊമ്പരങ്ങളും ഭാരങ്ങളും തടസ്സങ്ങളും നിങ്ങളുടെ ആന്തരിക മുറിവുകളും ചതിക്കപ്പെട്ടു പോയ കാര്യങ്ങളും വിശ്വസിച്ച ആള് ചതിച്ച ആ വേദനകളും നൊമ്പരങ്ങളും എല്ലാം കർത്താവിന് കൊടുത്ത് നിങ്ങൾ പൂർണ്ണ മനസ്സോടെ നല്ല മനസ്സോടെ മറ്റുള്ളവരെ സ്നേഹിച്ചപ്പോഴും നിങ്ങൾക്ക് കിട്ടിയത് നൊമ്പരങ്ങളാണെങ്കിൽ ആ നൊമ്പരങ്ങൾ കർത്താവിന് കൊടുത്ത് നിങ്ങളുടെ മനസ്സിലേക്ക് കടന്നു വരുവാനും നിങ്ങളുടെ സങ്കടങ്ങൾ ഏറ്റെടുക്കുവാനും നിങ്ങളുടെ ആദിവ്യാധികൾ ഏറ്റെടുക്കുവാനും നിങ്ങളുടെ ഭയങ്ങൾ ഏറ്റെടുക്കുവാനും നിങ്ങളുടെ രോഗങ്ങൾ ഏറ്റെടുക്കുവാനും നിങ്ങളെ ഭാരപ്പെടുത്തുന്ന എല്ലാ ബന്ധനങ്ങൾ അഴിക്കാനും നിങ്ങളുടെ സങ്കടങ്ങൾ ഏറ്റെടുക്കാനുമാണ് ഈ ഡെയിലി ഡെലിവറൻസ് പ്രാർത്ഥനയിലൂടെ കർത്താവ് എഴുന്നള്ളി വന്നിരിക്കുന്നത്. കാരണം ഇവിടെ നിന്ന് ഈ ശുശ്രൂഷയ്ക്ക് നേതൃത്വം കൊടുക്കുമ്പോൾ എനിക്ക് കാണാൻ പറ്റുന്നുണ്ട്, ഈ ദിവ്യകാരുണ്യത്തിൽ നിന്ന് അസാധാരണമായൊരു ശക്തി, വലിയൊരു ദൈവകൃപ ഈ വചനം കേൾക്കുന്ന ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന എല്ലാ മക്കളിലേക്ക് അവരിലേക്ക് ഇങ്ങനെ ഒഴുകുകയും ഒരു കോട്ട എന്ന പോലെ, ഒരു സംരക്ഷണ വലയം എന്ന പോലെ ഈ പ്രാർത്ഥനയുടെ കൃപ, ഈ പ്രാർത്ഥനയുടെ ചൈതന്യം, ഈ പ്രാർത്ഥനയുടെ അഭിഷേകം ഒരു വലിയ കോട്ടയായി, ഒരു സംരക്ഷണ വലയമായി ദുർമരണങ്ങളിൽ നിന്ന്, പെടുമരണങ്ങളിൽ നിന്ന്, അപകടങ്ങളിൽ നിന്ന്, ശത്രുക്കളിൽ നിന്ന്, തൊഴിൽ മേഖലയിലെ ശത്രുക്കളിൽ നിന്ന്, കുടുംബ തകർച്ചകളിൽ നിന്ന്, കുടുംബത്തിലേക്ക് നുഴഞ്ഞു കയറുന്ന ദുഷ്ടാരൂപികളെ ബന്ധിച്ചുകൊണ്ടും ഒരു വലിയ സംരക്ഷണ വലയം തീർക്കുന്നുണ്ട്. ഈ സംരക്ഷണ വലയത്തിനുള്ളിലായി കഴിഞ്ഞാൽ നിങ്ങൾ പിന്നെ ഭയപ്പെടേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ കുടുംബം തകർക്കാൻ വരുന്ന മദ്യപാനത്തെ, ലഹരിയെ, നിങ്ങളുടെ ഭർത്താവിനെയും മക്കളെയും ഒക്കെ മദ്യത്തിനും ലഹരിക്കും അടിമപ്പെടുത്താൻ കടന്നു വരുന്ന തിന്മയുടെ ശക്തികളെയും നാരകീയ അന്ധകാര സാത്താൻ ശക്തികളെയും തകർക്കാനുള്ള ഒരഭിഷേകം ആ വീടിന് കിട്ടിയ, അതുപോലെ നിങ്ങളുടെ കച്ചവടങ്ങളെ തടസ്സപ്പെടുത്തുന്ന, നിങ്ങളുടെ ബിസിനസ്സിനെ തടസ്സപ്പെടുത്തുന്ന, നിങ്ങളുടെ ജോലിക്ക് തടസ്സമാകുന്ന, നിങ്ങളുടെ മക്കളുടെ പഠനത്തിന് തടസ്സമാകുന്ന, നിങ്ങൾ ആഗ്രഹിക്കുന്ന സ്ഥലത്ത് കുഞ്ഞുങ്ങൾക്ക് അഡ്മിഷൻ കിട്ടുന്ന തടസ്സമാകുന്ന എല്ലാ തിന്മയുടെ രൂപികളെയും ഈ ഡെയിലി ഡെലിവറൻസ് പ്രാർത്ഥനയിലൂടെ ഇല്ലാതാക്കി കളയാം, നിർവീര്യമായി പോകുകയാണ്. അതുപോലെ തന്നെ ജർമ്മൻ പരീക്ഷ എഴുതി അതിനുവേണ്ടി കാത്തിരിക്കുന്നവർ, വിസയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നവർ, അതിൻ്റെ പേപ്പറുകൾ പല ഓഫീസുകളിലായിരിക്കും. അവിടെ നേരിടുന്ന തടസ്സങ്ങളെല്ലാം യേശുനാമത്തിൽ ഇന്ന് നിർവീര്യമായി പോകുക. വിശ്വസിക്കുന്നവരോട് കൂടെ അടയാളങ്ങൾ ഉണ്ടായിരിക്കുക. B2 എക്സാമിന് വേണ്ടി ഒരുങ്ങുന്ന അനവധി മക്കളെ, ജർമ്മൻ B2 പരീക്ഷയ്ക്ക് ഒരുങ്ങുന്ന അനവധി മക്കളെ കർത്താവ് അനുഗ്രഹിക്കുന്നുണ്ട്. വിശ്വാസത്തോടെ ഈ വചനത്തിൽ പങ്കെടുത്താൽ മതി. കർത്താവ് അവരെ ഇടപെടുക. ഇപ്പം നേഴ്സിങ്ങിനും മെഡിസിനും മറ്റു പല വിഷയങ്ങൾക്കും അന്യരാജ്യങ്ങളിൽ പോകാനായിട്ട് ഒരുങ്ങുന്നവർ, അതിനായിട്ട് ആകുലപ്പെട്ടിരിക്കുന്നവർ, അതിൻ്റെ തടസ്സങ്ങൾ, ബന്ധനങ്ങളും, സാമ്പത്തിക മേഖലയിലെ ബന്ധനങ്ങൾ, പ്രത്യേകിച്ച് ചില ബാങ്കുകൾ മനഃപൂർവ്വം ലോൺ കൊടുക്കാതിരിക്കുന്നുണ്ട്. അത്തരത്തിൽ പെരുമാറുന്ന ദുഷ്ടശക്തികളെയും ബോധപൂർവം തടസ്സങ്ങൾ ഉണ്ടാക്കുന്നവരെയും ഇന്ന് കർത്താവിൻ്റെ നാമത്തിൽ ബന്ധിക്കുകയാണ്, ശാസിക്കുകയാണ്, ബഹിഷ്കരിക്കുക. നിങ്ങൾ ഒരുപാട് നന്മ ചെയ്തിട്ടും നിങ്ങൾക്കെതിരെ പ്രവർത്തിക്കുന്ന എല്ലാ നാരകീയ അന്ധകാര സാത്താൻ ശക്തികളെ, നിങ്ങളുടെ ജീവിതത്തിനെതിരെ നിൽക്കുന്ന, നിങ്ങളുടെ ശുശ്രൂഷകൾക്കെതിരെ നിൽക്കുന്ന, നിങ്ങളുടെ കുടുംബത്തിനെതിരെ നിൽക്കുന്ന, നിങ്ങളുടെ പറമ്പിനെതിരെ നിൽക്കുന്ന
നിങ്ങളുടെ ജോലിക്കെതിരെ നിൽക്കുന്ന, നിങ്ങളുടെ സ്ഥാപനങ്ങൾക്കെതിരെ നിൽക്കുന്ന, നിങ്ങളെ തകർക്കാനായിട്ട് ശ്രമിക്കുന്ന എല്ലാ ദുഷ്ടാരൂപികളെയും, എല്ലാ നെഗറ്റീവ് എനർജികളെയും, ഈ ലോകത്തിലെ ശക്തികളെയും, പ്രകൃതി വിരുദ്ധ ശക്തികളെയും, ഒളിഞ്ഞിരിക്കുന്ന ശത്രുവിൻ്റെ കെണികളെയും ഇന്നത്തെ ഡെയിലി ഡെലിവറൻസ് പ്രാർത്ഥനയിലൂടെ ഉച്ചാടനം ചെയ്യപ്പെടുക. പുതിയൊരു അഭിഷേകം ഒഴുകി വരിക. പുതിയൊരു കൂട്ടായ്മ, ഒരു സ്വർഗത്തിൻ്റെ കൂട്ടായ്മ ഈ ഡെയിലി ഡെലിവറൻസ് പ്രാർത്ഥനയിലൂടെ ഒഴുകുക. പ്രിയപ്പെട്ട മക്കളെ, നിങ്ങൾ ഈ വചനം കേട്ട് ഇത് മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കുക. ഇത് അയച്ചു കൊടുക്കുമ്പോൾ ഇരട്ടി അഭിഷേകം കിട്ടുക, ഒരിരട്ടി കരുത്ത് കിട്ടുക, ഒരിരട്ടി ശക്തി കിട്ടുക. ആ നിങ്ങളെ ബന്ധിച്ചിട്ടിരിക്കുന്ന കയറുകൾ കരിഞ്ഞ ചണനൂൽ പോലെ ചിതറപ്പെടുക. വലിയൊരു അഭിഷേകമാണ്, വലിയൊരു അനോയിന്റിംഗ് ആണ്, വലിയൊരു ദൈവകൃപയാണ് നിങ്ങളിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ ബുദ്ധിയുടെ മേലുള്ള കെട്ടുകൾ, നിങ്ങളുടെ അറിവിൻ്റെ മേലുള്ള കെട്ടുകൾ, നിങ്ങളുടെ ഉറക്കത്തിൻ്റെ മേലുള്ള കെട്ടുകൾ, നിങ്ങളുടെ ദാമ്പത്യ ബന്ധത്തിൻ്റെ മേലുള്ള കെട്ടുകൾ, നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൻ്റെ മേലുള്ള കെട്ടുകൾ, അവരുടെ വിദ്യാഭ്യാസത്തിൻ്റെ മേലുള്ള കെട്ടുകൾ, അവരുടെ തൊഴിലന്വേഷണത്തിൻ്റെ മേലുള്ള കെട്ടുകൾ യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് ബഹിഷ്കരിക്കപ്പെടുക. ഒറ്റ കാര്യം നിങ്ങൾ ചെയ്താൽ മതി. ഒത്തിരി സമാധാനത്തോടെ, ഒത്തിരി വിശ്വാസത്തോടെ, ഒത്തിരി പ്രാർത്ഥനയോടെ ഡെയിലി ഡെലിവറൻസ് പ്രാർത്ഥനയിൽ പങ്കെടുക്കുക. കാരണം ഇത് ദിവ്യകാരുണ്യ ഈശോ ആവശ്യപ്പെട്ടിട്ട് തുടങ്ങിയ ഒരു ശുശ്രൂഷ. ഇത് ദിവ്യകാരുണ്യ ഈശോയോട് ചേർന്ന് നടക്കുന്നൊരു ശുശ്രൂഷ. മക്കളെ, ഇത് ഏറ്റെടുക്കുന്നവര്, ഇത് മറ്റുള്ളവര് കേൾക്കാനായിട്ട് പ്രേരിപ്പിക്കുന്നവര് കർത്താവ് അതിശക്തമായിട്ട് അനുഗ്രഹിക്കുന്നിട്ട് കാണുക. അവരെ അനുഗ്രഹിക്കപ്പെടുക. കർത്താവിൻ്റെ തിരിച്ചോര കൊണ്ട് സംരക്ഷണം ഒരുക്കപ്പെടുക. സകല വിശുദ്ധന്മാര് ആ ഭവനങ്ങൾക്ക് കാവല് നിൽക്കുന്നുണ്ട്. ഒരു പിടിച്ച വാളുമായി വിശുദ്ധ മിഖായേലിനെ കർത്താവ് നിങ്ങൾ വചനം കേൾക്കുന്ന ഓരോ ഭവനങ്ങൾക്ക് കാവലാളായി വിശുദ്ധ മിഖായേൽ അയക്കപ്പെടുക. പറഞ്ഞേ ഹല്ലേലൂയ, പറഞ്ഞേ ഹല്ലേലൂയ. പ്രിയപ്പെട്ട മക്കളെ, ഇന്ന് നമുക്ക് ലഭിച്ച വചനം സങ്കീർത്തനം 50-ാമത്തെ അധ്യായം 22 മുതൽ 23 വരെയുള്ള വചനം, 2 വചനങ്ങളാണ്. ദൈവത്തെ മറക്കുന്നവരെ, ദൈവത്തെ ഉപേക്ഷിക്കുന്നവരെ, ദൈവത്തിന് പ്രാധാന്യം കൊടുക്കാത്തവരെ, പ്രാർത്ഥനയ്ക്ക്, വിശുദ്ധ കുർബാനയ്ക്ക്, കുടുംബ പ്രാർത്ഥനയ്ക്ക്, പ്രാർത്ഥന കൂട്ടായ്മകൾക്ക് പ്രാധാന്യം കൊടുക്കാത്തവരെ ഓർമ്മയിലിരിക്കട്ടെ, അല്ലെങ്കിൽ ഞാൻ നിങ്ങളെ ചീന്തിക്കളയും. രക്ഷിക്കാൻ ആരും ഉണ്ടായിരിക്കുകയില്ല. വചനം പറയാ, പ്രാർത്ഥിക്കുന്നവർക്ക് കർത്താവുണ്ട്, ദൈവമുണ്ട്. ആര് ഒറ്റപ്പെട്ടു പോയവർക്ക് ദൈവമുണ്ട്. ആരും പോലും ഇല്ലാത്തവരുടെ കൂടെ ദൈവമുണ്ട്. അപ്പോൾ പ്രിയപ്പെട്ട മക്കളെ, ദൈവത്തോടു കൂടി ആയിരിക്കുക. അല്ലെങ്കിൽ ചിതറിക്കപ്പെടുന്ന, തകർക്കപ്പെടുന്ന ഒരു സാഹചര്യമാണ് ലോകങ്ങളിലുള്ളത്. എന്നിട്ട് വചനം പറയുക, ബലിയായി കൃതജ്ഞത അർപ്പിക്കുന്നവൻ എന്നെ ബഹുമാനിക്കുന്നു. ഈശോയേ എന്ന് വിളിക്കുന്നവൻ, ദൈവമേ എന്ന് ഹൃദയം തുറന്ന് വിളിക്കുന്നവൻ, അവൻ്റെ ജീവിതത്തെ ബലിയായി കൊടുക്കുന്നവൻ, കർത്താവിൻ്റെ മുൻപിൽ ദാസനാകുന്നവൻ, വിശുദ്ധ കുർബാനയ്ക്ക് പോകുന്നവൻ, കുമ്പസാരിക്കുന്നവൻ, വചനം വായിക്കുന്നവൻ, അവൻ എന്നെ ബഹുമാനിക്കുന്നു. നേരായ മാർഗത്തിൽ ചരിക്കുന്നവന് ദൈവത്തിൻ്റെ രക്ഷ ഞാൻ കാണിച്ചു കൊടുക്കും. നേരായ മാർഗത്തിലൂടെ ചരിക്കുന്നവർക്ക് നന്മയുടെ മേൽ, വചനം കേട്ട് അതനുസരിച്ച് ജീവിക്കുന്നവരുടെ മേൽ ഞാൻ രക്ഷ നൽകുമെന്ന്. ആമേൻ. പ്രിയപ്പെട്ട മക്കളെ, പരിശുദ്ധാത്മാവിനെ വിളിച്ച് സ്തുതിച്ച് ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, ദൈവത്തിൻ്റെ ആത്മാവേ, യേശുവിൻ്റെ ആത്മാവേ, അത്ഭുതങ്ങളുടെ ആത്മാവേ, രോഗശാന്തിയുടെ ആത്മാവേ, ഡെലിവറൻസിന്റെ ആത്മാവേ, വിടുതലിന്റെ ആത്മാവേ, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന.
പ്രിയപ്പെട്ട മക്കളെ, ഈ പ്രാർത്ഥന ശുശ്രൂഷയിൽ പങ്കുചേർന്ന്, ഡെലിവറൻസിൻ്റെ പ്രാർത്ഥനയിൽ പങ്കുചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ, ഈശോയുടെ തിരുനാമത്തിൽ, ഈശോയുടെ തിരുരക്തത്തിൻ്റെ ശക്തിയാൽ, ഈശോയുടെ വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താൽ എല്ലാ നാരിക ശക്തികളെയും പൈശാചിക സാന്നിധ്യങ്ങളെയും ബന്ധിക്കുന്നു. നാരിക ശക്തികളെ, അന്ധകാര ശക്തികളെ, തിന്മയുടെ ആധിപത്യങ്ങളെ നസ്രയനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നിങ്ങളെ ബന്ധിക്കുന്നു, ശാസിക്കുന്നു, ബഹിഷ്കരിക്കുന്നു. ഈ വചനം കേൾക്കുന്ന, ഈ പ്രാർത്ഥന കൂട്ടായ്മയിലായിരിക്കുന്ന മക്കളിൽ നിന്ന് വിട്ടുപോകാൻ യേശു നാമത്തിൽ ഈ അൾത്താരിൽ എഴുന്നള്ളിയിരിക്കുന്ന കർത്താവായ യേശുക്രിസ്തുവിന്റെ അത്ഭുത ശക്തിയാൽ ഈ മക്കളിൽ നിന്ന് എല്ലാ നാരകീയ അന്ധകാര സാത്താൻ ശക്തികളെ ബന്ധിക്കുന്നു, ബഹിഷ്കരിക്കുന്നു, ആട്ടിപ്പായിക്കുന്നു. ഹൃദയം തുറന്ന് വചനം കേൾക്കട്ടെ, അതിരം തുറന്ന് വചനം പറയട്ടെ. അതിന് തടസ്സമുണ്ടാക്കുന്ന എല്ലാ നാരകീയ അന്ധകാര സാത്താൻ ശക്തികളെ ബന്ധിക്കുന്നു, ബഹിഷ്കരിക്കുന്നു, ആട്ടിപ്പായിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈ മക്കളുടെ വീട്, പാപക ജംഗമ വസ്തുക്കള്, വാഹനങ്ങൾ, ഉപകരണങ്ങൾ, തൊഴിൽ മേഖലയിലെ ഉപകരണങ്ങൾ, ഇവരുടെ വീടിന്റെ പരിസരം മുഴുവൻ പ്രവേശന കവാടങ്ങളെയും യേശുവിന്റെ രക്തത്താൽ മുദ്ര ചെയ്യുന്നു. സാത്താന്റെ സകല കോട്ടകളെയും തകർക്കുന്നു. ദുഷ്പ്രേരണകളും ദുഷ്ടതകളും വിതയ്ക്കുന്ന നാരക ശക്തികളെയും അന്ധകാര സേനകളെയും ദുഷ്ടാത്മ സംഘങ്ങളെയും പ്രകൃതി വിരുദ്ധ ശക്തികളെയും കർത്താവായ യേശുവിന്റെ നാമത്തിൽ ബന്ധിച്ച്, ശാസിച്ച്, ബഹിഷ്കരിച്ച്, ആട്ടിപ്പായിക്കുന്നു. സ്തുതിച്ച മക്കളെ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അത്ഭുതകരമായ ഡെലിവറൻസ്, അത്ഭുതകരമായ വിടുതൽ യേശു നാമത്തിൽ. പൈശാചിക ശക്തികളെല്ലാം നിർവീര്യമായി പോകട്ടെ. തൊഴിൽ തടസ്സങ്ങൾ, സാമ്പത്തിക ബന്ധനങ്ങൾ യേശു നാമത്തിൽ വിട്ടുമാറട്ടെ. സർവശക്തനായ ദൈവം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പ്രിയപ്പെട്ട മക്കളെ, ചൊവ്വാഴ്ച ദിവസം വിശുദ്ധ അന്തോനീസിന്റെ വലിയ അത്ഭുത ശുശ്രൂഷയാണ് ഈ പള്ളിയിൽ നടക്കുന്നത്. ഇതുവഴി നിങ്ങൾ ഓൺലൈനിലൂടെയാണ് ഈ ശുശ്രൂഷ കൂടുന്നത്. എന്നാൽ നേരിട്ട് അച്ഛൻ്റെ ശുശ്രൂഷ പങ്കെടുക്കാനായിട്ട് ആഗ്രഹിക്കുന്ന മക്കള് കോഴിക്കോടേക്ക് വരിക. കോഴിക്കോട് ബസ് സ്റ്റാൻഡിൽ ഇറങ്ങി, അല്ലെ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി, ആംഗ്ലോ ഇന്ത്യൻ സ്കൂളിനടുത്തുള്ള വലിയ പള്ളി, അല്ലെങ്കിൽ ജില്ലാ കോടതിയുടെ അടുത്തുള്ള വലിയ പള്ളി, ബീച്ചിനടുത്തുള്ള വലിയ പള്ളി. പ്രിയപ്പെട്ട മക്കളെ, രാത്രി 8:30 മണിക്ക് പ്രാർത്ഥന കഴിയുമ്പോൾ നേർച്ച ഭക്ഷണം കഴിച്ച് നിങ്ങളെ ബസ് സ്റ്റാൻഡിലും റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടുപോയി ആക്കാനുള്ള സംവിധാനം ഇവിടെ ഒരുക്കാറുണ്ട്. സ്നേഹപൂർവ്വം നിങ്ങളെ ഞാൻ ക്ഷണിക്കുകയാണ്. അതുപോലെ തന്നെ ജൂൺ 13-ാം തീയതി അന്തോനീസുന്നാളൻ്റെ ഊട്ടുനേർച്ച. കാരണം ഈ പള്ളി, ഈ മദർ ഓഫ് ഗോഡ് കത്തീഡ്രൽ പള്ളി ഒരു ഹിസ്റ്റോറിക്കൽ ചർച്ച, ഒരു പ്രധാനപ്പെട്ട ചരിത്രപരമായ വളരെ പ്രാധാന്യമുള്ളൊരു പള്ളിയാണ്. അതായത് റോമൻ കത്തോലിക്ക സഭ യഥാർത്ഥത്തിൽ ഈ പള്ളിയിലൂടെയാണ് ഇന്ത്യയിലെ മുഴുവൻ വ്യാപിച്ചത്. ആദ്യത്തെ പള്ളിയാണ്. വത്തിക്കാനുമായി റോമുമായി ബന്ധമുള്ള ആദ്യത്തെ പള്ളിയിലാണ്. അവിടെ ഇതിൻ്റെ തുടക്കം മുതൽ തന്നെ അന്തോനീസ് പുണ്യവാളനോട് വലിയ ഭക്തിയുള്ളൊരു പള്ളിയാണിത്, വലിയ ഭക്തി. അപ്പോൾ ജൂൺ 13-ന് വിശുദ്ധ അന്തോനീസിൻ്റെ പെരുന്നാൾ വളരെ സമുചിതമായിട്ട് ഇവിടെ ആഘോഷിക്കുക. വൈകുന്നേരം 5 മണിക്ക് അഭിവന്ദ ഡെന്നിസ് പിതാവിൻ്റെ നേതൃത്വത്തിൽ പൊന്തിഫിക്കൽ ദിവ്യബലി, തുടർന്ന് ഊട്ടുനേർച്ച. നിങ്ങളെല്ലാവരെയും പെരുന്നാളിന് അച്ഛൻ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. വൈകുന്നേരമാണ്. നിങ്ങളുടെ സാഹചര്യം അനുസരിച്ച് വരാൻ പറ്റുന്നവരെല്ലാവരും വന്ന് തിരുനാളിൽ പങ്കുചേരുക. ഈ അത്ഭുത പള്ളി കാണുക. ഈ പള്ളിയിലായിരിക്കുക. അരുണോസ് പാദ്രിയൊക്കെ ഈ പള്ളിയിൽ വികാരിയായി ഇരുന്നിട്ടുള്ള പള്ളിയാണ്. ആമേൻ, ഹല്ലേലൂയ. യേശുവേ നന്ദി. ഊട്ടുനേർച്ചയ്ക്ക് നിങ്ങൾക്ക് ആർക്കെങ്കിലും, ഇതൊരു നിർബന്ധമുള്ള കാര്യമല്ല, പരിശുദ്ധാത്മാവ് പ്രേരിപ്പിക്കുന്നുണ്ടെങ്കിൽ ഊട്ടുനേർച്ചയ്ക്കായി ചെറിയ സഹായങ്ങൾ നിങ്ങൾക്ക് ഇതിൽ കാണിക്കുന്ന നമ്പറിലൂടെ നിങ്ങൾക്ക് നൽകാവുന്നതാണ്. ആമേൻ. സർവശക്തനായ ദൈവം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.